അങ്ങനെ ഇതാ സലാലയിലോട്ടുള്ള യാത്രയിലാട്ടോ ഞങ്ങൾ പോകുന്ന വഴിതാ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല പൊറാട്ടയും ചിക്കൻ കറിയും പ്ലെയിൻ ദോശയും മസാല ദോശയൊക്കെ കുറേശ്ശെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇബ്രി വഴിയായിട്ട് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അവിടുന്ന് ഇന്ത്യക്കാരൻ്റെ തട്ടുകടയിൽ നിന്ന് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ കൂടുതൽ പമ്പുകളിലൊക്കെ ഉള്ളൂ കേട്ടോ കാണുന്നത്. അങ്ങനെ ഇബ്രിയിലെ ഒരു ടൗൺ അത്യാവശ്യം വലിയൊരു ടൗൺ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സലാലയിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗൺ എന്നൊക്കെ കാണാൻ പറ്റുക. പിന്നെ ഞങ്ങൾ 4:30 ആയപ്പോൾ ഞങ്ങൾ സലാലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സലാലയിൽ എത്തുന്നതിൻ്റെ മുന്നേ ഒരു മല ഉണ്ട് കേട്ടോ. ആ മല കഴിഞ്ഞ ഉടനെ നമുക്ക് നല്ല അടിപൊളി കോടയും പിന്നെ നല്ല തണുപ്പൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഈവനിങ് ടൈമിലൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കോടയും നല്ല പച്ചപ്പും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ. അവരൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒമാനിലോട്ട് എൻട്രി ആയതിന് ശേഷം ഒരു ഹാഫ് ടാങ്കൊക്കെ പെട്രോൾ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തോളുണ്ട് കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ട് കേട്ടോ പമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് നേരം കറങ്ങിയിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോവാട്ടോ ചെയ്തിട്ടുണ്ട്.